ഹലോ, ഒരുപാട് ഫേസ് പാക്കുകൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ ഒരാഴ്ച ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോൾ തന്നെ മുഖത്ത് വന്ന മാറ്റം ഞാൻ മാത്രമല്ല, പുറത്തുനിന്ന് ഒരാൾ കണ്ടപ്പോൾ തന്നെ ഇതിങ്ങനെ ഇത്രയൊരു മുഖത്തൊരു ഗ്ലോ വന്നെന്ന് ചോദിക്കുന്ന രീതിക്കുള്ള അത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുഖത്ത് വന്ന കുരുവന്ന പാടുകൾ മാറാനും അതേപോലെ തന്നെ നമ്മളെ കരിവാളിപ്പ് മാറിയിട്ട് മുഖം നല്ല നിറവും തിളക്കവും വരാൻ, നല്ലൊരു ഗ്ലോ വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണത്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ സ്കിന്നിന് കിട്ടിയ ആ ഒരു റിസൾട്ട് എല്ലാവർക്കും കിട്ടുമെന്നുള്ളത് ഓരോരുത്തർ ട്രൈ ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. ഇത് അടിപൊളി ഫേസ് പാക്കാണ്, അത്രയും ഗ്യാരണ്ടിയിൽ ഞാൻ പറയുകയാണ്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും സൂട്ടാവുക. കാരണം ഇത് കുറച്ച് ഡ്രൈ ആക്കും, ഫേസ് കുറച്ച് ഡ്രൈ ആക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ അത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുൾത്താണി മിട്ടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഫേസ് ഡ്രൈ ആക്കും എന്നുള്ളത്. മുൾത്താണി മിട്ടി ഓയിലി സ്കിന്നുകൾക്ക് ബെസ്റ്റാണ്, പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് അത് കുറച്ചും കൂടി ഡ്രൈ ആക്കുന്നത് കൊണ്ട് തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അത് കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. എല്ലാന്നാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും മതി. കസ്തൂരി മഞ്ഞളാകുമ്പോൾ അതിൻ്റെ ആ ഒരു കറയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞളാകുമ്പോൾ ആ ഒരു മഞ്ഞ കളർ കറ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി എഫക്റ്റീവും കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. ഇതിനെ നമുക്ക് ഇത് തൈരും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ തൈരിലാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ തൈര് യൂസ് ചെയ്യുന്നത്. പുളിപ്പില്ലാത്ത തൈര്, ഇങ്ങനത്തെ കട്ട തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് ഏതൊരു സ്കിന്നിലിട്ടാലും കഴുകിയ പാട് ഭയങ്കര ഒരു ഗ്ലോ ആയിരിക്കും കേട്ടോ. കാരണം ഈ മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ എന്നല്ല, മുഖത്ത് കളറ് വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഡ്രൈ സ്കിന്നുകാർ ഇത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്യുക. ഓയിലി സ്കിന്നുകാർ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് സ്കിപ്പ് ചെയ്യുക, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ കല്യാണ ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ ഒരു ഫേസ് പാക്ക് ഡെയിലി ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തിളങ്ങും, മുഖം നല്ല രീതിയിൽ തന്നെ തിളങ്ങും. മുൾത്താണി മിട്ടിയില്ല, ഇനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ഓൺലൈനിൽ വളരെ സുലഭമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്കത് വാങ്ങാൻ വേണ്ടി പറ്റും. ഞാൻ ആ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് ഇത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെയാണ് ഞാൻ വെയിറ്റ് ചെയ്യാറ്. ഞാൻ ഡ്രൈ ആയിട്ട് ശേഷം മാത്രമേ കഴുകി കളയാറുള്ളൂ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ ഫേസിലേക്ക് വെച്ചതിന് ശേഷം കഴുകിക്കളയുക. അപ്പോൾ കഴുകുന്ന സമയത്ത് തന്നെ മുഖം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ലൊരു ബേബി സ്കിന്ന് പോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. ആ ഗ്ലോ ഒരു 24 അവർ മാത്രമേ ഉണ്ടാവും. ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യം ചെയ്യുക. എല്ലപ്പം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഡെയിലി ചെയ്യുക. ഡെയിലി ചെയ്യുന്നത് കൂടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒറ്റ യൂസ് തന്നെ കിട്ടില്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.